الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس له في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ എല്ലാ വിധികളും വിലക്കുകളും പാലിച്ച് പരമാവധി സൂക്ഷിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ ജീവിക്കാനും അവനിഷ്ടപ്പെട്ടവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ നമ്മിലും നമ്മുടെ മക്കളിലും ഭയക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയിൽ എല്ലാം ഭയക്കുന്ന നിരവധി കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ സമീപനം എന്തായിരിക്കും? അത്തരം വിഷയങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കുന്നതോടൊപ്പം തന്നെ അത്തരം സംഗതികൾ വരാനുള്ള എല്ലാ കവാടങ്ങളെയും കൊട്ടിയടക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മൾ ഭയക്കുന്ന കാര്യത്തിന് അത്രയും പ്രാധാന്യവും അത്രയും വലിയ പരിക്കും ഗൗരവവും ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെത്രത്തോളം ഗൗരവമുണ്ടാവും? നാം നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലുണ്ടാകുന്ന ഭയത്തേക്കാൾ കൂടുതൽ, കാരണം നമ്മുടെ ഭയം ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങളെയോ വിഷമങ്ങളെയോ പരിക്കുകളെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് ഇഹപര പരാജയത്തിന് കാരണമാകുമെന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഭയന്ന ഒരുപാട് കാര്യങ്ങളെ ഒറ്റവാക്കിൽ പറഞ്ഞു പോവുകയും അതിലൊന്നിനെ സ്പെഷ്യലായിട്ട് എടുക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഭയപ്പെട്ട കാര്യം ഷിർക്കാണ്. ഷിർക്ക് വലുതും ചെറുതും. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ചെറിയ ഷിർക്കിനെ
ഞാൻ ഭയക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ ഖാഫു അലൈക്കും ബഅദി കുല്ല മുനാഫിഖിൻ അലീമിൽ ലിസാൻ. കപടന്മാരെ എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയക്കുന്നു എന്നാണ്. എന്റെ ഉമ്മത്തിൽ കപടന്മാർ വരും. നാവിൻ തുമ്പത്ത് അറിവിന്റെ ധാരാളം വചനങ്ങൾ ഒഴുകും. പക്ഷേ അവരുടെ ജീവിതം കെട്ടതായിരിക്കും, അവരുടെ രഹസ്യം മോശമായിരിക്കും, അവരുടെ ഉള്ളിൽ ഈ കേൾക്കുന്ന ഈ പറയുന്ന ഈമാൻ ഉണ്ടാവുകയില്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി പറഞ്ഞു, ഇന്ന അഖ്വഫ മാ ഖാഫു അലൈക്കും അസ്സിന വശഹ്വത്തുൽ ഖഫിയ്യ. രണ്ട് കാര്യങ്ങൾ ചേർത്തു വച്ചു. നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്നത് വ്യഭിചാരമാണ്. ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ വ്യഭിചാരം. പ്രായമായവരിലും പ്രായമാകാത്ത കുട്ടികളിലും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഏറ്റവും അധികം ഭയപ്പെട്ട കാര്യമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. നാലാമത്തേത് വശഹ്വത്തുൽ ഖഫിയ്യ. ഷഹ്വത്തുൽ ഖഫിയ്യ എന്ന് പറഞ്ഞാൽ ഗോപ്യമായിട്ടുള്ള ചില ഷഹ്വാത്തുകൾ. ഷഹ്വത്ത് എന്ന ദേഹേച്ഛ, നമ്മുടെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ. അത് ഖഫിയ്യ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു മോഹമാണ്. അതെന്താണ്? ഹുബ്ബുർ റിയാസ, നേതൃത്വം ആഗ്രഹിക്കുക എന്നതാണ്. അടുത്ത ഇലക്ഷനിൽ ഞാൻ പ്രസിഡന്റ് ആയെങ്കിൽ, ഞാൻ സെക്രട്ടറി ആയെങ്കിൽ, എനിക്ക് ആ സ്ഥാനം കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹം, സ്ഥാനമോഹം, അത് നിങ്ങളിൽ ഞാൻ ഭയക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മാ യുഫ്തഹുല്ലാഹു അലൈക്കും മിൻ സഹ്റത്തി ദുനിയ വസീനതഹാ. ദുനിയാവിന്റെ സഹ്റത്തും അതിന്റെ സീനത്തും, സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും, അത് ഏറ്റവും നല്ല അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് കഴിക്കാൻ എന്താണ് ഇന്നില്ലാത്തത്, നമുക്ക് ധരിക്കാൻ എന്താണ് ഇല്ലാത്തത്, നാം കാണാൻ ഇനി ഏത് സ്ഥലമാണ് ബാക്കിയുള്ളത്, ഏറ്റവും നല്ല സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ദുനിയാവിന്റെ സൗകര്യങ്ങൾ തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയ അഞ്ചാമത്തെ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, നബിയെ, നിങ്ങൾ ഞാൻ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ. റസൂൽ പറഞ്ഞു, നീ പറയൂ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന്. സുമ്മസ്തഖിം, പിന്നീട് നീ ആ പറഞ്ഞ വാചകത്തിന് അന്വർത്ഥമാകും വിധത്തിൽ നിന്റെ ജീവിതത്തെ ആ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ, മാ അഖ്വഫു മാ തഖാഫു അലൈ, നിങ്ങൾ എന്നിൽ ഏറ്റവും ഭയക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിലിസാനി നഫ്സിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ നാവ് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഹാദാ, ഇതിനെയാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ള നമ്മിൽ ഭയന്ന ആറാമത്തെ കാര്യം അത് നാവാണ് സഹോദരന്മാരെ. ഏഴാമത്തെ കാര്യം, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി അൽ അഇമ്മത്തുൽ മുദല്ലീൻ, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നു എന്നാണ്. ഒരുപാട് നേതാക്കന്മാരാണ്, ഒരുപാട് സംഘടനകളാണ്, ഇസ്ലാമിന്റെ പേരിൽ തന്നെ നിരവധി ആളുകളാണ്. എല്ലാവരും ഖുർആനും സുന്നത്തും തന്നെയാണ് പറയുന്നത് എന്ന് വാദോരാതെ പറയുമെങ്കിലും പലരും അതിന്റെ വ്യാഖ്യാനത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടല്ല പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്ത് ഓതിക്കൊടുക്കുമ്പോൾ അതാദ്യം കേട്ടത് സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് അതിനെ മനസ്സിലാക്കിയ രീതി, അള്ളാഹുവിന്റെ പ്രവാചകൻ വിവരിച്ചു തന്ന രീതി, അതാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം അല്പം പ്രായമായ ഒരു ഉസ്താദ് എന്റെ വാഹനത്തിൽ കയറി. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരുപാട് കുശലാന്വേഷണങ്ങൾ നടത്തി. അവസാനം ഇറങ്ങുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജോലി ചെയ്യുന്ന ദർസിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ പള്ളിയിൽ ഒരു ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ പ്രമാണം? അദ്ദേഹം ഒരുപാട് വിഷമിച്ചു അതിന്റെ പ്രമാണം പറയാൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിശുദ്ധ ഖുർആനിലുടനീളം റബ്ബി, റബ്ബന, അല്ലാഹുമ്മ എന്നല്ലാത്ത ഒരു വിളി കാണിക്കാൻ സാധിക്കോ? അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ എന്നല്ലാത്ത ഒരു വിളി വിളിച്ചത് കാണിക്കാൻ സാധിക്കോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആയിരക്കണക്കിന് ദുആകളും ദിക്റുകളും അള്ളാഹിനോടല്ലാത്തൊരു വിളി കാണാൻ സാധിക്കുമോ? പരിശുദ്ധ മദീന പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ബഖീഉൽ അർഖദിൽ ഒറ്റ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഹറമിന്റെ പരിസരത്തുള്ള മഖ്ബറയിൽ ഏതെങ്കിലും ഒരു ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? 23 കൊല്ലം റസൂലുള്ള പ്രവാചകനായി ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു ഖബറിടത്തിലെ ഉറൂസിന്റെ അന്ന് ഏതെങ്കിലും സഹാബിയെ ആന ചവിട്ടിക്കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ എല്ലാവരും ഖുർആനും ഹദീസുമാണ് തെളിവെന്ന് പറയുന്നെങ്കിലും അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും എങ്ങനെയാണോ അതിനെ നോക്കിക്കേണ്ടത് അങ്ങനെ നോക്കിക്കാണുക എന്നിടത്ത് ആളുകൾക്ക് വഴിപിഴവ് സംഭവിക്കുകയും ഷിയായിസത്തെയും ഖവാരിജിയത്തിനെയും ഇസ്ലാമിൽ നിന്ന് വഴിപിരിഞ്ഞുപോയ ഹദീസ് നിഷേധികളുടെയും ഒക്കെ ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആയത്തിന് ദുർവ്യാഖ്യാനിക്കുന്ന പരിഹസിക്കുന്ന ഹദീസുകളെ കൊഞ്ഞനം കുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി അൽ അഇമ്മത്തുൽ മുദല്ലീന, ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന വഴിപിഴവിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ. പണ്ഡിതന്മാർ മാത്രമല്ല, അഇമ്മത്ത് എന്ന് പറഞ്ഞ നേതാക്കന്മാർ എന്നാണ്. ആ നേതാക്കന്മാരെ ഞാൻ ഭയക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസ് റസൂൽ പറയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി മിൻ അമലി ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ, ആ പ്രവൃത്തിയെ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഇന്ന് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. LGBTQA+ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു നോർമലാണ്, അതൊക്കെ നാച്ചുറലാണ്. ഒരാൾക്ക് സെക്ഷലി എന്തിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അതാണ് അയാളുടെ സെക്ഷൽ ലാംഗ്വേജ്. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ വിമർശിക്കാനോ ഒന്നും നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞാൽ നഴ്സറിയിലേക്കും മദ്രസയിലേക്കും സ്കൂളിലേക്കും നമ്മുടെ ആൺകുട്ടികളെ പോലും പറഞ്ഞയക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്ന അർത്ഥം. ഒരു നാടിനെ നശിപ്പിക്കാൻ മലക്കൾക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണ് ലൂത്ത് നബിയുടെ ജനത ഉണ്ടാക്കിയത്. സുന്ദരന്മാരായ 2 മലക്കുകളെ മനുഷ്യരൂപത്തിൽ കണ്ടപ്പോൾ അവർ അവരുടെ പിന്നാലെ കൂടി ലൂത്ത് നബിയോട് ചോദിച്ചു, ജനങ്ങളെ, അലൈസ മിൻകും റജുലുർ റഷീദ്, കോമൺ സെൻസ് ഉള്ള, സെൻസിബിലിറ്റിയുള്ള, ചിന്തിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഒരു റഷീദായ ഒരു മനുഷ്യൻ, ചിന്തയുള്ള, ഒരു ന്യായമറിയുന്ന, നീതി അറിയുന്ന ഒരു മനുഷ്യങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അവരാണ് ആദ്യമായിട്ട് ഈ സഡോമിസം, ഈ സെയിം ജെൻഡറിലുള്ള ആളുകളുമായിട്ട് ലൈംഗികമായിട്ടുള്ള സുഖം തേടുന്ന രീതി തുടങ്ങിയവരാണ്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ലോകത്തൊരാളും തുടങ്ങി വെക്കാത്ത നീചവൃത്തിയാണ് നിങ്ങൾ തുടങ്ങി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ ചരൽ വർഷമുണ്ടാക്കി, ആകാശത്തുനിന്ന് രാസമഴ പെയ്തു, അവർക്ക് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു അവരെ ബാധിപ്പിച്ചു. അറ്റ് ലാസ്റ്റ് അല്ലാഹു മലക്കുകളെ കൊണ്ട് അവരുടെ നാടിനെ മൊത്തം കീഴ്മേൽ മറിച്ചിട്ടു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നും നമുക്ക് ഡെഡ് സീ, ചാവ് തടാകം അവർ ചെയ്ത ഈ നെറികേടിന്റെ ഒരു പാഠമായിട്ട് അവശേഷിക്കുകയാണ്. ഇന്ന് ഇതൊക്കെ ഒരു പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ്. ഒരുമിച്ച് താമസിക്കുന്ന ഹോസ്റ്റൽ മുറികളിൽ ഇത്തരം കാര്യങ്ങൾ തൽക്കാലം ഒരു ആശ്വാസത്തിന് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. കനത്ത ശിക്ഷയാണ്. ഫാഇലും മഫ്ഊലും കൊല ചെയ്യപ്പെടണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. എന്ത് ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും കൊല ചെയ്യപ്പെടണമെന്ന് പറഞ്ഞാൽ അത്തരം ദുശ്ശീലമുള്ളവൻ ജീവിച്ചിരിക്കരുതെന്നല്ല എന്റെ അർത്ഥം. ഇസ്ലാമിക ഭരണകൂടം അവനെ പിടിച്ചാൽ അവന് 2 പേർക്കും കൊലക്കുറ്റമാണ്. കാരണം അതൊരു രോഗമാണ്, അത് വളർന്നാൽ അപകടമാണ്, അത് പരിക്കുണ്ടാക്കും, ഒരു സമൂഹത്തിന്റെ എല്ലാ ഭദ്രതയും തകർക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. അത്തരം കാര്യങ്ങൾ ഒരു ഏർപ്പാടാക്കി നടത്തുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഒരു ഏർപ്പാടായി നടത്തുന്ന ആൾക്കാരുണ്ട്. ആളുകൾ എത്തിച്ചു കൊടുക്കുക, ചെക്കന്മാരെ എത്തിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിത്തിരിച്ച് അതൊക്കെ വലിയൊരു ബിസിനസ്സായി, ഏർപ്പാടായി, വലിയ മുന്തിയ വാഹനത്തിൽ പോകുന്ന ആളുകളുണ്ട്. മിമ്പറിന്റെ പരിഭാവനതയെ ബഹുമാനിച്ചുകൊണ്ടാണ് ഒന്നും പറയാത്തത്. കാരണം അത്രയും ചീപ്പാണ് ആ വരുമാനം, അത്രയും നീചമാണ് ആ വരുമാനം. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ള ഭയന്ന ആ ഒരു കാര്യം നമ്മിലുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ഭയന്ന കാര്യം സ്ത്രീകളെക്കുറിച്ചാണ്. പുരുഷന്മാരെ വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്നത് സ്ത്രീകളുടെ ശർറിനെയാണ്. മതമില്ലാത്ത, ദീനില്ലാത്ത ആളുകൾ വഴികേടിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാശികളിലും നക്ഷത്രങ്ങളിലുമൊക്കെയുള്ള ആ ഒരു വിശ്വാസം, അള്ളാഹുവിന്റെ ഖദറിനെ കളവാക്കുന്ന അവസ്ഥ, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മിൽ ഏറ്റവും അധികം ഭയന്ന കാര്യമാണ്. ഹദീസിന്റെ പ്രയോഗം തന്നെ ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങൾ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്ന കാര്യങ്ങളാണിത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലേറ്റവും ഗുരുതരമായ കാര്യം എന്താണ്? എല്ലാം ഗൗരവമാണ്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നരകത്തിൽ ആദ്യം പ്രവേശിക്കുന്ന 3 ആളുകളാണ്. ഈ 3 ആളുകൾ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല നരകത്തിൽ പോകുന്നത്. തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല നരകത്തിൽ പോകുന്നത്. തെറ്റ് ചെയ്ത ആൾ നരകത്തിൽ പോകുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നന്മ ചെയ്തതിന്റെ പേരിലാണ് നരകത്തിൽ പോകുന്നത്. ഒന്നാമത്തെ ആൾ ഒരു ഷഹീദാണ്. രണഭൂമിയിൽ ധീരശൂരം അയാൾ പോരാടുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഈ രണഭൂമിയിൽ ഞാൻ ശക്തമായി പടയോട്ടം നടത്തുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് പറയണം, ഇന്നക ജരീഉൻ, നീ ധീരനാണ്, നീ നല്ല യോദ്ധാവാണ്, രക്തസാക്ഷി, സിന്ദാബാദ്.
അതിനുവേണ്ടിയാണ് അവന് യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണ് മരിച്ചത്. അള്ളാന്റെ അടുത്തെത്തും. ഞാൻ യുദ്ധം ചെയ്ത് ഷഹീദായവനാണ് പടച്ചോനെ അറിയുമ്പോൾ അള്ള പറയും കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ അതിനല്ല യുദ്ധം ചെയ്തത്. രണ്ടാമത്തെ ആൾ ആലിമാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ഖുർആൻ പഠിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ച് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത ഒരു പണ്ഡിതനെ കൊണ്ടുവരും. നീ എന്ത് ചെയ്തു? ഞാൻ ദീന് പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു പടച്ചോനെ, ഫീക, നിന്റെ മാർഗത്തിൽ. അള്ള പറയും അല്ല, നീ ഇതെല്ലാം ചെയ്തത് നീ നല്ലൊരു പണ്ഡിതനാണെന്നും നീ നല്ലൊരു ഖാരിയാണെന്നും പറയാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. മൂന്നാമത്തെ ആള് സദഖ കൊണ്ട് എത്ര പുണ്യം ലഭിക്കും അല്ലേ? എത്ര കൂലി ലഭിക്കും സദഖ കൊണ്ട്. പക്ഷെ ആ സദഖ നിർവഹിക്കുമ്പോൾ ആളുകൾ തന്നെക്കുറിച്ചൊരു ഔദാര്യവാനാണെന്ന് അറിയട്ടെ, പറയട്ടെ എന്ന നിലക്ക് ഒരാൾ സദഖ നിർവഹിക്കുമ്പോൾ സഹോദരന്മാരെ, അത് അയാൾക്ക് നരകം സമ്മാനിക്കും. ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു, എത്രത്തോളം ഒരു അണപ്പൈസ കയ്യിലില്ലാത്ത വിധം ഞാൻ ഫഖീറായി പോയി. അല്ല പറയും ഖദബ്ത, നീ പറഞ്ഞത് കളവാണ്, നിന്റെ ഉദ്ദേശം എന്റെ പ്രീതിയായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വഴിയിൽ നിന്നൊരു കല്ല് നീക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് യൂട്യൂബിലിട്ടെങ്കിൽ നാളെ ഞാൻ വൈറലാകുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് അബദ്ധമുണ്ട്. അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹു നിന്നെ കാണുന്നത് പോലെ, അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ, നീ അല്ലാഹനെ കാണുന്നത് പോലെ ആരാധനകൾ നിർവഹിക്കണം എന്നതാണ്. പടപ്പുകളുടെ ഒരു ഉദ്ദേശവുമില്ലാതെ വേണം അള്ളാന്റെ മാർഗത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. എത്ര കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഏതൊരു കാര്യം ഒരു പടപ്പും കാണും വേണ്ട, അറിയും വേണ്ട, നീ കണ്ടാലും ഒരു പ്രശംസയും വേണ്ടാന്ന് നമ്മൾ മര്യാദയ്ക്ക് പറയുന്ന രണ്ടായത്താണ് ഓതി വെച്ചത്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ. ദുനിയാവിന്റെ സൗകര്യങ്ങളും അതിന്റെ അലങ്കാരവും അതിൽ കിട്ടാനുള്ള നേട്ടങ്ങളുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ. കേട്ടോളി, അത് കിട്ടും. മനസ്സിലായോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ റആ യുറാ ഇല്ലാഹു ബിഹി വമൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ നീ ഫേമസ് ആകും മോനെ. ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ആളുകൾ നിന്നെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിക്കും. കാരണം അള്ളാന്റെ വാക്കാണ്, നിന്റെ ആഗ്രഹം പൂർത്തിയാക്കി തരും. എവിടെ? ദുനിയാവിൽ. വഹും ലാ യുബ്ഖസൂൻ, ഒരു കുറവും വരുത്തുകയില്ല. മനസ്സിലായില്ലേ? ഒരു കുറവും വരുത്തുകയില്ല. അതുകൊണ്ട് വൈറലായില്ല എന്ന് ആർക്കെങ്കിലും ബേജാറുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ പരലോകത്തേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സമാധാനമായിക്കോളി. മനസ്സിലായില്ലേ? ആരും ഞാൻ ചെയ്യണമെന്നും കാണുന്നില്ലല്ലോ, അറിയണില്ലല്ലോ, ആരും എനിക്ക് വേണ്ട അംഗീകാരം തരുന്നില്ലല്ലോ, ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടും ആരും ഒന്ന് പ്രശംസിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കണ്ടേ? അൽഹംദുലില്ലാഹ്, ഒക്കെ പരലോകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രശംസ കിട്ടുന്ന നമ്മൾ ഉത്തരവാദിയല്ല, അത് റിയാ അല്ല. പ്രതീക്ഷിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ദുനിയാവിൽ ഒരു കുറവും വരുത്താതെ എല്ലാം കൊടുക്കും. ഇനി അടുത്തായിട്ട് എന്താ അറിയോ? ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. പരലോകത്ത് അവർക്ക് നരകമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല എന്ന് പറയും. ഇവരൊക്കെ ജോലി തിരക്കിന്റെ അടിയിൽ നമ്മൾ ഓടിക്കതച്ച് ഈ പള്ളിയിൽ വന്ന് എന്തിനാ? പള്ളി പോയി ഒരു മോശമല്ലേ? അങ്ങനെ ഒന്നാ? ഓൻ വിളിക്കുമ്പോൾ പോയില്ലെങ്കിൽ ഒരു കുറവല്ലേ? അങ്ങനെ ഒന്നാ? നമ്മളിപ്പോ ഇതിൽ എണ്ണപ്പെടണമെങ്കിൽ ഇപ്പോ ഇത് വരണല്ലോ? അങ്ങനെ ഒന്നാ? ഇതിന്റെ അജ്റും ഇതിന്റെ നിർബന്ധതയും ഇതിന്റെ ആവശ്യകതയും പടച്ചോന്റെ പ്രീതിയും ആഗ്രഹിച്ചു വന്നതാ. എന്താണ് ഉദ്ദേശിച്ചത്? അത് അല്ലാഹു തരാ. അവൻ പ്രവർത്തിച്ചതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയും. അവന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോവും. അവൻ ചെയ്തു കൂട്ടിയതെല്ലാം ബാത്തിലാകും. ബാത്തിലാകും എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാറ്റിന്റെയും പിന്നിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് പടച്ചോന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരു പ്രശംസ വേണ്ട. ഇതിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ അറിയുങ്ങൾ? 4 അടയാളങ്ങൾ. ഒന്ന്, തനിച്ചായാൽ ഭയങ്കര അലസതീകാരം ദീന്റെ കാര്യങ്ങൾക്ക്. നിസ്കാരവും ദിക്റും ഖുർആനും ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഓർക്കം വരും. ഒറ്റക്കാകുമ്പോൾ. കൂട്ടത്തിലാവുമ്പോഴോ ഭയങ്കര സജീവീകാരം, അങ്ങോട്ട് ഇങ്ങോട്ട് അതെടുക്ക് ഇതെടുക്ക്, ഭയങ്കര സംഭവിക്കാരം. മൂന്നാമത് അറിയുന്നത്, പ്രശംസ ലഭിച്ചാൽ ഭയങ്കര ഊർജ്ജയിക്കാര ആൾക്ക്. ജന്യാട്ടത്തിന്റെ കാള് വേറെ ആരുമല്ല എന്ന് പറഞ്ഞാൽ ഓ 10 ആവും. പ്രശംസ ലഭിച്ചില്ലെങ്കിലോ ഓണ്ടല്ലാവും. ആരെങ്കിലും അവന്റെ എന്തെങ്കിലും ഒരു പോരായ്മ പറഞ്ഞാൽ ഓ പിന്നെ ദീനനെ ഒഴിവാക്കിയിട്ട് വേറെ വയ്ക്കു പോകും. ആക്ഷേപിക്കപ്പെട്ടാൽ ഓൻ കർമ്മങ്ങളൊക്കെ നിർത്തിച്ച് ഓൻ പോകും. വിമർശനം കിട്ടിയാൽ നിർത്തി, പ്രശംസ കിട്ടിയാൽ ചെയ്തു. കൂട്ടത്തിലാണെങ്കിൽ ഭയങ്കര സജീവം, ഒറ്റക്കാണെങ്കിൽ. ഇതാണ് ഈ സ്വഭാവത്തിന്റെ പ്രത്യേകത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അശ്ശിർകുൻ ഖഫി അശ്ശിർകുൻ അസ്ഗർ
ചെറിയ ശിർക്ക് എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ ഗൗരവം തരങ്ങൾ പരലോകത്ത് വെച്ചിട്ട് ആളുകൾ വരും. അപ്പൊ പറയും, പിന്നെ അള്ളാഹു പറയും, ഇദ്ഹബൂ അൻതുമുല്ലദീ കുൻതും തുറാഊന ഫിദ്ദുനിയ, ആര് കാണാനാണോ നീ കർമ്മങ്ങൾ ചെയ്തത് അവന്റെ അടുത്ത് പോയി ചോദിച്ചോക്ക്. അന്റെ നിസ്കാരത്തിനും നോമ്പിനും സദഖക്കും ദഅവത്തിനും പ്രസംഗത്തിനും ഓത്തിനും നിന്റെ ദാനധർമ്മത്തിനും മറ്റ് സഹായ സഹകരണങ്ങൾക്കും നിന്റെ ചാരിറ്റി സോഷ്യൽ വർക്ക്സിനും ഒക്കെയുള്ള കൂലി ആര് കാണാനാണോ ചെയ്ത് അവിടെ പോയി ചോദിച്ചോ, എനിക്ക് ഇവിടെ കൂലിയില്ല അറിയും. സുഹൃത്തുക്കളെ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി തരാതെ ആര് തരാനാ? അനൽ മലിക് ഫൈനൽ മുലൂക്ക് എന്നുള്ള വിളിച്ച് പറയണം. ഞാനാണ് രാജാവ്. എവിടെ? നിങ്ങളുടെ കൂട്ടത്തിലെ രാജാക്കന്മാർ. ഒരാളും കിരീടവും ചെങ്കോലും ഇല്ലാതെ നിൽക്കണ പരലോകത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കൂലില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? കൂലില്ല. മാത്രവുമല്ല, മറ്റൊരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓനോട് ഒഴിവാക്കുന്ന പറഞ്ഞു, തറക്തുഹു വശിർക്കുഹു, അവന്റെ ശിർക്കിനെയും അവനെയും ഞാൻ ഒഴിവാക്കും. ഓനും വേണ്ട എനിക്ക്, ഓന്റെ ശിർക്കും വേണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടു കൂടെ കാണേണ്ട കാര്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ചെറിയ ശിർക്കിനെ ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയക്കുന്നു പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കും, നബി എന്താ ചെറിയ ശിർക്ക്? ഇത്ര തന്നെ. ഒരാൾ നിസ്കരിക്കുകയാണ്, അയാളെ നിസ്കാരം മറ്റൊരാൾ നോക്കുന്നു എന്ന് കണ്ടപ്പോ അവന്റെ നിസ്കാരം അയാൾ നന്നാക്കി. ഒരാൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇതുകൊണ്ട് കിട്ടാണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ അയാളുടെ ഇബാദത്തുകൾ നന്നാക്കും. ആരെങ്കിലും കാണോ, ആരെങ്കിലും അറിയോ എന്ന് പേടിച്ചിട്ട് തെറ്റുകൾ മാറ്റിവെക്കുക. കർമ്മങ്ങൾ ചെയ്യുന്നതും തെറ്റുകൾ മാറ്റിവെക്കുന്നതും പടച്ചോന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടും പടച്ചോന്റെ ശിക്ഷ ഭയന്നിട്ടും ആയിരിക്കണം. പടപ്പളൊന്നും അവിടെ വരുന്നില്ല. മനസ്സിലായില്ലേ? റിയാ എല്ലാത്തിലും വരും. വേഷത്തിൽ വരും, വാഹനത്തിൽ വരും, സംസാരത്തിൽ വരും. ചിലർക്ക് ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ ഭയങ്കര വിനയം ഇങ്ങനെ ഒഴിക്കും. അത് റിയാന്റെ ഒരു അടയാളമാണ്. പ്രവൃത്തിയിൽ വരും. അനുയായികൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടെന്നതിന്റെ പേരിൽ കുറെ ആൾക്കാർ പെരുമ നടിക്കുന്ന ആൾക്കാരുണ്ട്. വസ്തുവകകളിലൊക്കെ ഈ റിയാ, ലോകമാന്യത, ആളുകളെ കാണിക്കുക എന്നുള്ള കാര്യം വരും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ടീം ഇങ്ങനെ നടത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക അഭിനയം പോലെ നടത്തത്തിൽ. ഇതാരാണ് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഉബാദുകളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര ആരാധന ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഉമർ ഇദാ മശാ അസ്റാ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നടക്കുമ്പോൾ ധീരമായിട്ട് നടക്കുമായിരുന്നു, വേഗതയിൽ നടക്കുമായിരുന്നു. വഇദാ ഖാല അസ്മഅ, അദ്ദേഹം സംസാരിച്ചാൽ കേൾക്കുമായിരുന്നു. വഇദാ ദറബ ഔജ, അടിച്ചാൽ വേദനിക്കുമായിരുന്നു. വഇദാ അത്മഅ അശ്ബഅ, അദ്ദേഹം തീറ്റിച്ചാൽ അയാളുടെ വയറ് നിറയുമായിരുന്നു. വകാന ഹുവ അന്നാസിഖു ഹഖ്ഖ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദീനുള്ള ആൾ. ഏറ്റവും ദീനുള്ള ആൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള നാട്യവും നടത്തവും രൂപവും സന്യാസവും ഇതൊന്നും ഇസ്ലാമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നമ്മുടെ മുന്നിലുണ്ടാകേണ്ടത്. ഉമർ റളിയല്ലാഹു മുമ്പിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹു ഇങ്ങനെ പെരടിക്കിങ്ങനെ വലിച്ചിട്ട്, യാ സാഹിബർ റിഖാബ്, പെരടിന്റെ ആളെ, ഇന്നമൽ ഖുശൂഉ ഫിൽ ഖൽബ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ്. ലൈസൽ ഖുശൂഉ ഫിൽ റിഖാബ്. പെരടിന്റെ മുകളിലല്ല ഖുശൂ ഉള്ളത്, ഖുശൂ ഖൽബിന്റെ ഉള്ളിലാണ് വേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചിലർ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വേറൊരു ആൾക്കാരെ കാണിക്കാനാ ചെയ്യുക. അത് ശിർക്കാണ്, ഒരു സംശയമില്ല. ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ തന്നെ ശിർക്കാണ്. ചെയ്യണതന്നെ അതിനു വേണ്ടി അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അങ്ങനെ പറയുന്ന നേർച്ചയും വഴിപാടും കാര്യങ്ങളൊക്കെ കണക്കുണ്ടല്ലോ, അത് തനിച്ച ശിർക്കാണ്. കപട വിശ്വാസികൾക്ക് സംഭവിച്ച റിയാ അതാണ്, വലിയ ശിർക്ക്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ പടച്ചോര് പ്രീതിയായിക്കാരം, പക്ഷെ വേറെ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ ഉദ്ദേശം മാറിപ്പോവും. അതിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭരിക്കുന്ന ലാഘവത്തോടെ വരുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. എന്നും ഒന്നാമത്തെ സഫിലുണ്ടാകുന്ന ആളാണ്. വന്നപ്പോ ലാസ്റ്റ് സഫായി. അപ്പൊ മൂപ്പര് ഞാൻ ലാസ്റ്റ് സഫ് നിസ്കരിച്ചിട്ട് ആൾക്കാരെന്താ വിചാരിക്കാറ്, മൂപ്പര് നിർത്തിപ്പോയി, പരിപോയി നിസ്കരിച്ചു. അത് റിയാ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള പരിഹാരം എന്താണ്? ഇയ്യാക നഅ്ബുദു, അല്ലാഹു നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ. പടച്ചവന് വേണ്ടി മാത്രം ആരാധനകൾ മുഴുവൻ അർപ്പിക്കുക. അതാണ് റിയാഇനുള്ള ഒന്നാമത്തെ മരുന്ന് എന്ന് പറയുന്നത്. പിന്നെന്താണ്? നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ഇമാം നവവി പറയും, എന്തിനാ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞ്? ഖഫിയായിട്ട് റിയാ ഇല്ലാതെ ചെയ്യാൻ നമ്മൾക്കുള്ള ഒരു പരിശീലനമാണ് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്നാക്കുക എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ ഒരുപാട് ആരാധനകളുണ്ട്, ആരും കാണാത്ത കുറെ ആരാധനകൾ. അങ്ങനത്തെ ആരാധനകൾ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എപ്പോഴും പ്രാർത്ഥിക്കുക, പരമാവധി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാക്കുക. 10 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ റിയാ എന്ന ലോകമാന്യത എന്നത് എടുത്തത്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകാതിരിക്കാൻ, പരലോകത്ത് ദുനിയാവിലും അതിന്റെ ഖൈറാത്തുകളും ബറക്കാത്തുകളും ലഭിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സൂക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം വാർത്തയിൽ കേട്ടതുപോലെ ബഹുമാന്യനായ എം മദനി നിങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ്. ഒരുപാട് കാലം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന് എല്ലാ ഘടകങ്ങളെയും നയിച്ച വ്യക്തിത്വമാണ്. ജാമിഅ നദവിയ നിങ്ങളൊക്കെ പഠിച്ച സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു ഒരുപാട് കാലം. സ്നേഹം കൊണ്ടും സതുപദേശങ്ങൾ കൊണ്ടും വിദ്യാർത്ഥികളുടെ മനം കവർന്ന ഒരു നല്ല ഗുരുനാഥനും നല്ല ഒരു സംഘാടകനും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം അല്ലാഹുവിന്റെ വെടിക്കുത്തരം നൽകി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് നന്മകൾക്ക് ധാരാളം പ്രതിഫലം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ഇവിടെ പാകിയ ഒരുപാട് നന്മയുടെ വിത്തുകൾ അതിനെ മുളപ്പിച്ച് അല്ലാഹു പരിപോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒരിക്കലും നിലക്കാത്തൊരു കർമ്മമാക്കി ബാക്കിയാക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ജീവിതം എന്തെന്ന് ചിന്തിക്കുമ്പോൾ വളരെ ഷോർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞു, ഉമ്മയെ മറക്കാനാവുന്നില്ല, മരിച്ചിട്ട് കുറച്ചായി, പക്ഷെ മറക്കാനാവുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓർമ്മ വരുന്ന സമയമൊക്കെ നിങ്ങൾ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഖബറിൽ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയോ? നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരും ഗ്രൂപ്പുകൾ തോണ്ടിക്കളിക്കാൻ ഗ്രൂപ്പുകളില്ല, ഷോർട്സും റീൽസും കാണാൻ അതും അവിടെ ഇല്ല. പിന്നുള്ളത് എന്താ അറിയോ? ഈ ജീവിതത്തിന്റെ റിസൾട്ടാണ് അവിടെ അയാൾ അനുഭവിക്കുന്നത്. 40 കൊല്ലം നമുക്ക് പടച്ചോൻ തന്ന ഈ ജീവിതം എന്തിനാണ്? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ചിന്തിക്കാൻ പാകത്തിന് നിനക്ക് ഞാൻ ആയുസ് തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികൾ പുറത്തേക്ക് പോകാൻ അനുവാദം ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ജോലി വേണം, കുടുംബം വേണം, മക്കൾ വേണം, വസ്ത്രവും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം വേണം. ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ ലിസ്റ്റ് ചെയ്തോളി. എന്നിട്ട് ദീനിനെ താഴത്തുനിന്ന് ഇങ്ങനെ വലിച്ചിട്ട് മുകളിൽ കൊണ്ടുപോയിടണം. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം അതുകൊണ്ടാണ് നമുക്ക് കാലങ്ങളോളം ജീവിക്കാനുള്ളത്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആടിനെ കൊണ്ടുവരും, ഒരു അംലഹ്, ഒരു ചാരവർണ്ണത്തിലുള്ള ഒരു ആടിനെ. സ്വർഗ്ഗക്കാരോട് ചോദിക്കും ഇതെന്താണ്? അവർ പറയും മരണമാണ്. നരകക്കാരോട് ചോദിക്കും ഇതെന്താണ്? അവർ പറയും മരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആടിനെ അറുക്കും. എന്നിട്ട് പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരെ, ലാ മൗത്ത്, ഇനി മരണമില്ല. യാ അഹ്ലൻ നാർ, നരകക്കാരെ, ലാ മൗത്ത്, ഇനി മരണമില്ല. സുഹൃത്തുക്കൾ, ഈ പ്രപഞ്ചം ഇവിടെ ഇല്ലായിരുന്നു. അല്ലാഹ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവന് മുമ്പൊന്നുമില്ലായിരുന്നു, അവന്റെ കൂടെ ഒന്നുമില്ലായിരുന്നു. അവനുണ്ടാക്കിയ ആകാശഭൂമികളെ, ബദിഉസ് സമാവാതി വൽ അർദ്, ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ഖലഖസ് സമാവാതി വൽ അർദ്, എല്ലാറ്റിനെയും ഉണ്ടാക്കിയത് പടച്ച റബ്ബാണ്. എന്നിട്ട് ഇതിന് സമയവും ആയുസ്സും എല്ലാം നിശ്ചയിച്ചു. ഇതുണ്ടാക്കിയവൻ ഇതിനെ തകർക്കും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വന്നാൽ ഈ പ്രപഞ്ചം തകർന്ന് തരിപ്പണമാവും. പിന്നീട് മറ്റൊരു ലോകമാണ്. ഉമ്മന്റെ ഗർഭത്തിൽ കഴിയുമ്പോഴേ ആരെങ്കിലും വിചാരിച്ചിനോ ഭൂമിക്ക് വരുന്നു? ഇല്ല, അത് വേറൊരു ലോകമായിരുന്നു. തീർത്തും ഡിഫറന്റായ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ വന്നു. ഇനി തീർത്തും ഡിഫറന്റായ മറ്റൊരു ലോകത്തേക്ക് ഈ ലോകത്ത് നിന്ന് നമ്മൾ പോകും. ഒരു സംശയമില്ല കേട്ടോ. ഒരു സ്ത്രീയെ കൊന്നിട്ട് 5 കൊല്ലം ജയിൽവാസം കഴിച്ചിട്ട് 5 കൊല്ലം അയാൾ ആസൂത്രണം നടത്തിയിരുന്നു ആ പെണ്ണിന്റെ ഭർത്താവിനെ കൊല്ലാൻ. മനസ്സിലായി? ഭർത്താവിനെയും അമ്മയെയും അയാൾ മറഞ്ഞു നിന്ന് വെട്ടിക്കൊലപ്പെടുത്തി. അയാൾക്ക് ഇവിടുത്തെ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണ എന്താ നമുക്കറിയാം, കൊടുക്കാൻ പറ്റുന്ന എന്താ നമുക്കറിയാം, അല്ലെ? അതുകൊണ്ടല്ലേ നിലക്കാത്തത്? ഓരോ ദിവസം ഓരോ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. ഓരോന്നല്ല, നിരവധി കൊലപാതകങ്ങൾ. എന്തേ? പ്രശ്നമൊന്നുമില്ല, പോയാ സുഖമായിട്ട് അവിടെ കയ്യാ. ഇടയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇതൊക്കെ ഇങ്ങനെ വലസി എല്ലാവരൊക്കെ അത് കണ്ട് സലാം പറഞ്ഞ് പിന്നെയാട്ടനെ പോവാ, അല്ലേ? പക്ഷെ എന്താ അറിയോ? വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്ദാലിമൂൻ. അതിക്രമകാരികളെ, നിങ്ങൾ ഈ ഭൂമിക്ക് മുകളിൽ കാണിച്ചു കൂട്ടുന്ന നെറികേടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ലെന്ന് വിചാരിക്കേണ്ടതില്ല. കണക്ക് ചോദിക്കും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. കണക്ക് ചോദിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. മനസ്സിലായില്ലേ? ഫലസ്തീനികൾ എന്ത് പയച്ചു? ഭവനരഹിതരായ, നാടില്ലാത്ത ജൂതന്മാർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആ പട്ടിണി പാവങ്ങളെ കൊല്ലങ്ങളായിട്ട് തീറ്റിക്കുന്ന ആളുകളെ പടച്ച റബ്ബ് കാണുന്നുണ്ട്. രക്തം ചൊരിഞ്ഞു പോയെങ്കിൽ അതിന്റെ ഉത്തരവാദിയെ പിടിച്ചിട്ട് പടച്ച റബ്ബ് ആദ്യം ചോദിക്കുന്നത് രക്തത്തെക്കുറിച്ചാണ്. അതുകൊണ്ട്
പരലോകമല്ല, ഇതന്നെയാണ് ജീവിതം എന്നൊക്കെ ഏതെങ്കിലും പൊട്ടന്മാര് പറഞ്ഞോട്ടെ, നമ്മൾ പറയരുത്. പ്രമാണങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യന്റെ ബുദ്ധി അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു നീതിയുടെ കോടതി വേണം നമ്മൾ ആവശ്യപ്പെടുന്നെങ്കിൽ ആ നീതിയുടെ കോടതി ഉണ്ടിവിടെ. നീതിയുടെ തുലാസ് വെക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ വരും എല്ലാവരും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്. ഒരു കാലം വരും, ഹൗദിൻകരയ്ക്കൽ നിങ്ങളെ കാത്ത് ഞാൻ ഇരിക്കുന്ന സമയം വരെ നിങ്ങൾ ക്ഷമിക്കൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു തൽക്കാലം, ഒരു ടെമ്പററി, മനസ്സിലായി, ഒരു തൽക്കാല ലോകമാണ്. തൽക്കാല ലോകം മറന്നു പോകരുത്. അതുകൊണ്ട് പരമാവധി നമ്മുടെ സമയത്ത് ഉപയോഗിക്കുക. ഷാബാൻ മാസമാണ് വരുന്നത്. എന്താ മാസത്തിന്റെ പ്രത്യേകത? റസൂൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് നോറ്റ, ഏറ്റവും അധികം സൽക്കർമ്മങ്ങൾ ചെയ്ത മാസമാണ് ഷാബാൻ മാസം. എന്തേ കാരണം? ആ മാസത്തിലാണ് കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ ദീനിനെക്കുറിച്ച് അശ്രദ്ധമാകുന്ന മാസമാണ് ഷാബാൻ. അതുകൊണ്ട് ആളുകൾ അശ്രദ്ധമാകുന്ന സമയം നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. ആളുകൾ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയം നമ്മൾ നല്ലവരായിട്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ജീവിതം ഇതാണ് കർമ്മത്തിനുള്ളതെന്ന തിരിച്ചറിവോടുകൂടെ, നല്ല ബോധത്തോടുകൂടെ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ ദയവ് വിചാരിച്ച് നമ്മളോട് ഒരു തരി സ്നേഹം നമുക്കുണ്ടെങ്കിൽ ആ നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മളെ ഈ ജീവിതം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കട്ടെ. നാം ഭയക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളിലും അകപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മുടെ മരിച്ചു പിരിഞ്ഞ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ മരണം വരെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ നേരത്തെ പറഞ്ഞ എംഎമ്മിന്റെ ജനാസ നിസ്കാരം 4:30 വൈകുന്നേരം കൊടിയത്തൂർ വെച്ച് പങ്കെടുക്കാൻ സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കാൻ ഇൻഷാ അല്ലാഹ്.